ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇത് നമുക്ക് ഈസി ഒരു ഫിഷ് പെരട്ട് ഉണ്ടാക്കിയാലോ. എപ്പോഴും നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തല്ലേ കഴിക്കുന്നത്. ഇന്ന് വേറൊരു വെറൈറ്റി ആയാലോ. അപ്പോൾ ഇതിന് ഞാനിപ്പം 1/2 കിലോ കേരമീനാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ദശക്കട്ടിയുള്ള ഏതെങ്കിലും മീനാണ് ഇത് ഉണ്ടാക്കാൻ നല്ലത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി, ബേസിക് ആയിട്ടുള്ള മസാലകൾ മാത്രം ഇട്ട് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണേ. ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ വെച്ചാൽ വളരെ നല്ലതാണ്. ഇതൊന്ന് നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ചാൽ മതി. അപ്പോൾ നല്ലോണം ഇത് നമുക്ക് മസാലയെല്ലാം പിടിച്ച് കിട്ടുവേ. അപ്പോൾ ഇതിലിപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഈ മാരിനേഷനിൽ കൊടുക്കുന്നില്ല, കാരണം നമ്മൾ ഒരു മസാല തയ്യാറാക്കുമ്പം അതിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഇത്ര പൊടികൾ മാത്രം ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ എടുത്ത് സാധാരണ നമ്മൾ മീൻ വറക്കുന്ന പോലെ വറുത്താൽ മതി. ഇതേ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനിയിപ്പോൾ ഈ മീൻ കഷ്ണം ഫുള്ള് പെറുക്കി വെക്കുക. എന്നിട്ട് ഇത് നമ്മളങ്ങനെ ഭയങ്കര ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട കേട്ടോ, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതായത് മീനൊന്ന് നന്നായിട്ട് വേവണം, ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടണം, അത്രയും മതിയേ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ മീനൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് മൂത്തെടുക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ ദശക്കട്ടിയുള്ള മീനാണ് ഇങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ടേസ്റ്റ്. കുഞ്ഞു മീനുകൾ വെച്ച് ചെയ്യുമ്പം എനിക്കറിയില്ല, ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. പക്ഷേ ദശക്കട്ടിയുള്ളത് വെച്ചിട്ട് സൂപ്പറാണ് ചെയ്യാൻ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോഴല്ലോ, ഈ സാധാരണ വെറുതെ മീൻ വറുത്ത് കഴിക്കുന്നതിന് പകരം ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ വെച്ചിട്ട് ഇത് ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോയേ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 2 വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, ഒരു ചെറിയ തക്കാളിയുടെ പകുതി എടുത്തിട്ടുള്ളത്, കാരണം അധികം പുളി നമുക്ക് ഈ കറിയിലേക്ക് വേണ്ടേ. അപ്പോൾ വലിയ തക്കാളിയാണ് എനിക്ക് തോന്നുന്നത്, അതിൻ്റെ ഒരു 1/4 ഭാഗം എടുത്താൽ മതി. പുളി കൂടുതൽ വേണമെന്ന് താല്പര്യമുള്ളവർക്ക് തക്കാളി കൂടുതൽ ചേർക്കാം. ഞാൻ പക്ഷേ ഇപ്പോൾ ഇത്ര ചേർത്തിട്ടുള്ളൂ, ഒരു ചെറിയ തക്കാളിയുടെ പകുതി, പിന്നെ ഒരു പച്ചമുളക്, അത് മറ്റേ നമ്മുടെ ഉണ്ടമുളകാണ്, അത് ഇത്തിരി എരിവ് കൂടുതലുള്ള മുളക്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ഇടിച്ച് ചതച്ചതുണ്ട്, അതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ മീൻ വറുത്ത എണ്ണയിൽ തന്നെ ഇപ്പം ഈ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ടേസ്റ്റ് ആ എണ്ണയിലേക്ക് ഇറങ്ങുമ്പം നല്ലൊരു രുചിയാണ്. അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേന് അതിലേക്ക് സവാള ഇട്ടിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഈ സവാള നമ്മൾ ഇച്ചിരി ഉപ്പൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റാൻ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വഴറ്റിയാൽ മതി. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ബ്രൗൺ കളറൊന്നും ആവേണ്ട, നല്ലോണം ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. വാടി കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പിന്നെ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കുമ്പോൾ നമുക്ക് സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടുമേ, അതുകൊണ്ടൊന്ന് അടച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇത്രയൊന്ന് വഴണ്ട് വന്നാൽ മതി. അതേപോലെ വലിയ ബ്രൗൺ ഒന്നും ആവേണ്ട, ഒന്ന് വഴണ്ട് കിട്ടുമ്പം അതിലേക്ക് ഈ അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഉപ്പ് അതുപോലെ തന്നെ നമ്മൾ ഉള്ളി വഴറ്റാനിടുമ്പം ഉപ്പ് അധികം ചേർക്കരുത്, കാരണം നമ്മൾ മീനിന് ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ഈ സവാളയ്ക്ക് വേണ്ടുന്ന കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുരുമുളക് പൊടി വേണ്ടി മസാലയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അധികം മസാലക്കുത്തില്ലാതെ ഈ ഒരു രീതിയിൽ എടുക്കുന്നതാണ് ടേസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇനി ഇതും ഒന്ന് മിക്സ് ചെയ്ത് ഈ മസാലയുടെ പച്ചക്കുത്തെല്ലാം ഒന്ന് മാറണം. പിന്നെ അതുപോലെ ഈ തക്കാളി ഒന്ന് ഉടഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർക്കാം. മീൻ കണ്ടോ, ഞാൻ ഈ ഒരു ഇത്രയും ഒരു പരുവത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവാണ് കറക്റ്റ്. അപ്പോൾ ഇനി ഇത് മസാലയിലിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് അടച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കേട്ടോ, ഏറ്റവും ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. അത് കഴിഞ്ഞ് നമ്മൾ തുറന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഈ ഫിഷ് പെരട്ട് റെഡിയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. എപ്പോഴും ഫ്രൈ അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ കറി. അപ്പോൾ ഇത് നല്ല ചോറ്, നല്ല കട്ടിയുള്ള പുളിശ്ശേരി, പിന്നെ ഈ ഫിഷ്, ഇത് മാത്രം ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കേ, നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ലവ് യു ഓൾ.